അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ഈ വർഷം മാർച്ചിലെ വാർഷിക പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. കവിത വായിച്ച വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ പുസ്തകത്തിൽ പഠിച്ച കവിതകളല്ല നമ്മൾക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് വരുന്നത്. പുസ്തകത്തിന് പുറമേയുള്ള ഒരു ചോദ്യമാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. പക്ഷേ പുസ്തകത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പുറമേയുള്ള ഒരു ചോദ്യം വരുമ്പോഴും ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. കവിത വായിച്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കാൻ പറയുമ്പോൾ ആ കവിത വായിച്ച് അതിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ ആശയം എന്ത്, ഇത് മനസ്സിലാക്കി ഒരു ചെറിയ വിവരണം എഴുതുകയാണ് വേണ്ടത്. ഈ വിവരണത്തിൽ, അതായത് ഈ വിശകലന കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് ഒരു ചില നിബന്ധനകളുണ്ട്. ആ പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എ ഗ്രേഡ് കിട്ടുകയുള്ളൂ. എന്തൊക്കെയാണ് കവിത വായിച്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. തന്നിരിക്കുന്ന കവിതയുടെ പേര്, രചയിതാവ് ആര് എന്ന് എഴുതണം. ചിലപ്പോൾ കവിത നമുക്ക് പരീക്ഷയ്ക്ക് തരുന്ന കവിതയ്ക്ക് ചിലപ്പോൾ പേരുണ്ടാവില്ല, ചിലപ്പോൾ രചയിതാവിന്റെ പേരും കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കാര്യം എഴുതേണ്ട ആവശ്യമില്ല. കവിതയ്ക്ക് പേരോ അല്ലെങ്കിൽ രചയിതാവിന്റെ പേരോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കാര്യം എഴുതിയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, കവിതയുടെ ആശയം കണ്ടെത്തുക. ഈ കവിത നമ്മൾ ആശയം കണ്ടെത്താനായി പലവട്ടം വായിച്ച് മനസ്സിലാക്കി അതിനുള്ളിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കവിത നൽകുന്ന സന്ദേശം എന്താണ് എന്ന് എഴുതണം. ആ കവിത വെറും ഒരു കവിത മാത്രമായിരിക്കില്ല, അതിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു നല്ല കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അതിനെയാണ് സന്ദേശം എന്ന് പറയുന്നത്. ആ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കി അതും കൂടി നമ്മൾ നമ്മുടെ വിശകലന കുറിപ്പിൽ എഴുതേണ്ടതുണ്ട്. ഈ സന്ദേശത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് എന്നുകൂടി എഴുതണം. അങ്ങനെ ഒരു സന്ദേശം തന്നിട്ടുണ്ടെങ്കിൽ ആ സന്ദേശത്തോട് നമ്മൾ യോജിക്കുന്നുണ്ടോ, നമ്മുടെ ഒരു അഭിപ്രായം കൂടി അതിൽ എഴുതിയിരിക്കണം. 2 or 3 ഖണ്ഡികയായി ചിഹ്നങ്ങൾ ചേർത്ത് വൃത്തിയായി എഴുതണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ പ്രത്യാശ എന്നൊരു കവിത തന്നിട്ടുണ്ട്. ഞാനിത് വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. വിനീത് രചിച്ച ലഘു കവിതയാണ് പ്രത്യാശ. ആ പ്രത്യാശ എന്നുള്ളതിന് ഉദ്ധരണി ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിന് ചിഹ്നങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു ആശയം തീരുമ്പോൾ ഫുൾ സ്റ്റോപ്പും പ്രത്യേകമായ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ഇതുപോലെ ഉദ്ധരണി ചിഹ്നവും, ഒരു ചോദ്യമാണെങ്കിൽ ചോദ്യചിഹ്നവും ഇടണം. അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന സംഗതിയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത്ഭുത ചിഹ്നവും ഇടണം. വിനീത രചിച്ച ലഘു കവിതയാണ് പ്രത്യാശ. ലളിതമായ വാക്കുകളിൽ മഹത്തായ ആശയം ഒളിഞ്ഞിരിക്കുന്ന കവിതയാണ് ഇത്. കൊഴിഞ്ഞുപോകുമെന്നറിഞ്ഞിട്ടും സുഗന്ധം പരത്തി പൂക്കൾ വിരിയുന്നു. ഉണങ്ങിക്കൊഴിയുമെന്നറിഞ്ഞിട്ടും തളിരിലകൾ മുളയ്ക്കുന്നു. മരണമുണ്ടെന്നറിഞ്ഞിട്ടും ഈ ഭൂമിയിൽ വീണ്ടും ജീവൻ മുളവെട്ടുന്നു. നാശത്തെയല്ല നാളെയെ കാണൂ എന്ന ആശയമാണ് ഈ കവിതയിലുള്ളത്. പ്രത്യാശയുള്ളവരായി മുന്നേറാനുള്ള സന്ദേശവുമായി ഉയർന്നു നിൽക്കുന്ന മനോഹരമായ കവിതയാണ് ഇത്. ഈ കവിതയുടെ സന്ദേശത്തോട് ഞാൻ യോജിക്കുന്നു. മുത്തശ്ശൻ മാവിൻ തൈ നടുമ്പോൾ അതിന്റെ ഫലം അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല, വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. പ്രത്യാശയോടെ ജീവിതത്തെ കാണുക, നിരാശരാകാതെ സൈക്കോയെ പോലെ പ്രവർത്തിക്കുക എന്ന സന്ദേശമാണ് ഈ കവിത നമുക്ക് തരുന്നത്.